ഹലോ ഗായ്സ്, വെൽക്കം മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് പറയാം. ഗായ്സ്, ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, ഞാൻ എവിടെ പോയാലും ഇതേ ഉള്ളൂ പരിപാടി. ഗൈസ്, ഇവിടെ മറ്റേ ഈ പാർട്ടിയുടെ എന്തോ എന്നും പറഞ്ഞ് ഭയങ്കര ബ്ലോക്കായിരുന്നു ഗൈസ്. ഞങ്ങൾ ഹരിപ്പാട് വഴി പിന്നെ ഹൈവേ കൂടി പോകേണ്ടതിന് ഹരിപ്പാട് അമ്പലത്തിൻ്റെ അതുവഴിയാണ് ഗൈസ് പോയത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. ഞങ്ങൾക്ക് ആ ഹൈവേ കൂടി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എട റോഡ് വഴിയാണ് പോയത്. അങ്ങനെ പോയ വഴിക്കാണ് വിശന്നപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കേട്ടോ. ഞാൻ ബുക്ക് ചെയ്തത് അപ്പവും കടലക്കറിയാണ് കേട്ടോ. കടലക്കറി അതൊക്കെ ഗായ്സ്, ഞാനങ്ങനെ ഓട്ടോയ്ക്കകത്ത് കയറി ഒരു സ്പ്രൈറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചൂട് കാരണം. ഗായ്സ്, പോകുന്ന വഴിക്കാണെങ്കിൽ എൻ്റെ ഡ്രീം ബസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന സെഡോൺ ആണ് കേട്ടോ. സെഡോണിൻ്റെ ഏതെങ്കിലും സീരീസ് കിട്ടിയാൽ മതി. ഗായ്സ്, ഈ പോകുന്ന സെഡസ്ട്ര ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, BS6-ൻ്റെ സെഡസ്ട്ര. ഗായ്സ്, പോകുന്ന വഴിക്ക് ഒരു ബെലോന കണ്ടിട്ടുണ്ടായിരുന്നു. ടയറൊക്കെ കണ്ടോ, നല്ല മോഡിഫൈഡ് സാധനം. ഗായ്സ്, ഞാൻ വന്നിരിക്കുന്ന വേറെ എങ്ങുമല്ല, ഞാൻ വന്നിരിക്കുന്ന കൃപാസനത്തിലോട്ടാണ് കേട്ടോ. ഇവിടെ വന്നവർക്കറിയാം ഇവിടുത്തെ പോസിറ്റീവ് എനർജി. ഞാനങ്ങനെ മെഴുകുതിരി വാങ്ങിച്ചിട്ട് ഞാൻ അപ്പോഴത്തെ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞ് ഞായറാഴ്ച വന്ന എൻ്റെ പൊന്ന് ഗൈസ്, ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും ഗൈസ്. ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുക. ഈ മാതാവിനെ കണ്ടോ, എന്തൊരു ഐശ്വര്യമോ കാണാൻ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ തൊഴുതിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, എല്ലാവരും ഫേക്കാന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇത് ഫേക്കായിട്ട് തോന്നിയിട്ടില്ല ഗൈസ്. ഇത് ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഞാൻ കൊടുത്തേക്കാം ഗൈസ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പോകുന്ന വഴിക്ക് വീണ്ടും ഒരു വണ്ടി കണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് ഗൈസ്. ഞാൻ പോകുന്ന വഴിയിലെല്ലാം നല്ല ട്രാഫിക്കാണ്. അങ്ങനെ ട്രാഫിക്കൊക്കെ തടഞ്ഞ് ഞാനൊരു ഡംഡോക്കിൻ്റെ ക്രീം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നേരെ കണ്ട ഒരു കാഴ്ച, ഒരു മഞ്ഞച്ചേര ഒരു തവളയും വിഴുങ്ങുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, എന്ത് ഇതായിട്ടാണ് ഗൈസ് അത് കഴിക്കുന്നത് ഗൈസ്. ഞാനങ്ങനെ വീട്ടിൽ വന്നിട്ട് അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോകണം കേട്ടോ ഗൈസ്. പോകുന്ന വഴിക്കാണ് ഗേറ്റ് അടച്ചേക്കുക ഗൈസ്. അങ്ങനെ ഞങ്ങൾ കായംകുളത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. കായംകുളം ഞങ്ങൾ ഫോണിൻ്റെ കാര്യം തിരക്കാനായിട്ട് അങ്ങനെ ആ ഫോൺ ഷോപ്പ് കയറി. അവിടെ അതില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേറൊരു കടയിലോട്ട് പോകാൻ പോയപ്പോൾ ട്രാഫിക്കാണ് ഗൈസ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് ഇമാതിരി പരിപാടിയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഫോൺ നോക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ അവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി, അവിടെ സാധനം ഇല്ലാത്തതുകൊണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇത് തന്നെ. എന്നിട്ട് ഇത് കണ്ടോ ഗൈസ്, ഇത് മുട്ടൻ ട്രാഫിക്ക്. ഇത് എവിടുന്ന് എങ്ങനെ ഒന്ന് കുത്തിത്തിരിക്കുക. അവിടുന്ന് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ്. പിന്നെ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന 94% പേരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഗൈസ് വീഡിയോസ് കാണുന്നത്. നിങ്ങൾക്കൊരു സബ്സ്ക്രൈബ് അല്ലേ ഉള്ളൂ, എനിക്കത് വലിയൊരു